പപ്പയും മക്കളും എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ജാമ്പക്ക അച്ചാറാണ്. ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. അപ്പം ചട്ടി ചൂടാവട്ടെ. നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് എൻ്റെ അമ്മ ജെയിൻസ് ഡെലിക്കസി എന്ന് പറഞ്ഞ ഒരു അച്ചാർ ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് അമ്മ കൂടുതലായിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് വിനാഗിരി, ഉപ്പൊക്കെ ഇട്ട് മസാല വഴറ്റി വെക്കും. അപ്പോൾ പെട്ടെന്ന് ബീഫ് അച്ചാറിൻ്റെ ഓർഡർ, ചെമ്മീനച്ചാറിൻ്റെ ഓർഡറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീഫ് മേടിച്ച് പെട്ടെന്ന് ഈ മസാല ഇട്ട് വഴറ്റിയിട്ട് പെട്ടെന്ന് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി അമ്മ ഉണ്ടാക്കി വെച്ചേക്കണ സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമ്മളത് ഇത്തിരി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മളതാണ് ഇടുന്നത്. അപ്പം ജെയിൻസ് ഡെലിക്കസി എന്ന് പറഞ്ഞാൽ അച്ചാർ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്യുന്നതാണ്. അപ്പം അതിൻ്റെ നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇടുന്നതാണ്. പിന്നെ അമ്മയുടെ അച്ചാറിൻ്റെ വീഡിയോസായിട്ട് നമ്മൾ പുറകെ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉലുവ ഇട്ടതിന് ശേഷം നമുക്ക് 3 ടേബിൾ സ്പൂൺ കടുകിട്ട് അത് നന്നായിട്ട് പൊട്ടട്ടെ. ഇത് പൊട്ടി വരുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വിനാഗിരി, ഉപ്പൊക്കെ ഇട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റിയത് അതിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മൂപ്പിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി ഒരു 2 ടീസ്പൂൺ. നന്നായിട്ട് മൂപ്പിക്കാം. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ജാമ്പക്ക ചെറുതായതുകൊണ്ട് അരിയൊന്നും വേണ്ട, മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇത്തിരി നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയ പഞ്ചസാര അല്പം ഇട്ട് കൊടുക്കുക. ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കൂടി പോകരുത്. പിന്നെ ഒരു ഇത്തിരി വിനാഗിരി ഓവർ ആവരുതല്ല, അപ്പോൾ ഒരു ഇത്തിരി തിളച്ച വെള്ളം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പം നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്തൊന്നും പോകണ്ട. വെന്ത് പോയാൽ ഇത് അലുത്ത് പോകും. നമുക്കിനി അല്പം കായപ്പൊടി ഇടാം. ഒന്നും കൂടി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നിർത്താം.
അപ്പം നമ്മുടെ ജാമ്പക്കച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം ആദ്യമായിട്ടാണ് നമുക്ക് ഇത്തിരി ചെറിയ ജാമ്പക്ക ഇങ്ങനെ കിട്ടിയത്, അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യേണ്ടിയൊന്നും വന്നില്ല. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുമുണ്ട്. അപ്പം നിങ്ങൾ ഇനി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻസിലൂടെ എന്നെ അറിയിക്കുക. അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. താങ്ക്